എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ലൂസൻ PSCയുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു PSC വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു PSC വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. മുൻ വർഷങ്ങളിൽ PSC ഒരുപാട് ചോദ്യങ്ങൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. ഇപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് മലയാള സിനിമ പാർട്ട് 1. അപ്പോൾ അത് തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മലയാള സിനിമയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് JC ഡാനിയൽ ആണ്. JC ഡാനിയൽ ആണ് മലയാള സിനിമയുടെ പിതാവ്. മലയാള സിനിമയിലെ ആദ്യ അഭിനേതാവ് ആരാന്ന് ചോദിച്ചാൽ അതും JC ഡാനിയൽ ആണ്. JC ഡാനിയലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സെല്ലുലോയിഡ്, പൃഥ്വിരാജ് ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. അപ്പോൾ ആ സിനിമയില് അല്ലെങ്കിൽ ആ JC ഡാനിയലിന്റെ കൂടെ അഭിനയിച്ച ആദ്യ അഭിനേത്രി ആരാന്ന് ചോദിച്ചാൽ PK റോസിയാണ്. PK റോസി മലയാള സിനിമയിലെ ആദ്യ അഭിനേത്രി ആരാന്ന് ചോദിച്ചാല് PK റോസിയാണ്. ഓക്കെ, അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാന്ന് ചോദിച്ചാലോ വിഗതകുമാരനാണ് ആദ്യത്തെ സിനിമ. വിഗതകുമാരൻ ഇറങ്ങിയ വർഷം ചോദിച്ചാൽ 1928. മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരൻ റിലീസ് ആവുന്നത് 1928. ആ സിനിമ സംവിധാനം ചെയ്തത് ആരാന്ന് ചോദിച്ചാല് JC ഡാനിയൽ ആണ്. JC ഡാനിയൽ തന്നെയാണ് സിനിമ സംവിധാനം ചെയ്തത്. ഓക്കെ, ആരാ നിർമ്മാണം ചെയ്തതെന്ന് ചോദിച്ചാലോ, ആരാ നിർമ്മിച്ചതെന്ന് ചോദിച്ചാലോ അതും JC ഡാനിയൽ ആണ് പിന്നെ വിഗതകുമാരന്റെ നിർമ്മാതാവ്. ഓക്കെ, നിർമ്മാണം JC ഡാനിയൽ നമ്മൾ പറഞ്ഞു അല്ലെ. വിഗതകുമാരൻ എന്ന സിനിമയുടെ നിർമ്മാണം നടന്ന സ്റ്റുഡിയോ ഏതാന്ന് ചോദിച്ചാല് ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിലാണ് വിഗതകുമാരൻ സിനിമയുടെ നിർമ്മാണം നടന്നത്. ഓക്കെ, ഇനി 1928 ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന സ്റ്റുഡിയോ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാല് JC ഡാനിയൽ ആണ്. അതിന്റെ സ്ഥലം എവിടെയാ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങള്, ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് സ്ഥാപിച്ച വർഷം 1928, തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത് JC ഡാനിയൽ ആണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് 1928 നവംബർ 7 വിഗതകുമാരൻ പ്രദർശിപ്പിച്ച തിയേറ്റർ. ഏത് തിയേറ്ററിലാണ് വിഗതകുമാരൻ പ്രദർശിപ്പിച്ചതെന്ന് ചോദിച്ചാല് ക്യാപിറ്റോൾ തിയേറ്റർ. 1928 നവംബർ 7 വിഗതകുമാരൻ പ്രദർശിപ്പിക്കുന്നത്, റിലീസ് ആവുന്നത്. അന്ന് പ്രദർശിപ്പിച്ച തിയേറ്റർ ഏതാന്ന് ചോദിച്ചാൽ ക്യാപിറ്റോൾ തിയേറ്റർ. ഇന്ന് കാണുന്ന പോലെ ഒരുപാട് തിയേറ്റർ ഒന്നും ഇല്ല, ആദ്യത്തെ സിനിമയാണ്. അപ്പോ അതുകൊണ്ട് ഈ തിയേറ്ററിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, ക്യാപിറ്റോൾ തിയേറ്റർ. ഓക്കെ, അപ്പൊ ഈ ക്യാപിറ്റോൾ തിയേറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ് ക്യാപിറ്റോൾ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് JC ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച മലയാള സിനിമ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മലയാള സിനിമയാണ് സെല്ലുലോയിഡ്. അതിൽ അഭിനയിച്ച JC ഡാനിയലായിട്ട് അഭിനയിച്ചത് ആരാന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് സുകുമാരനാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് കമലാണ്. JC ഡാനിയലിന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച മലയാള സിനിമ സെല്ലുലോയിഡ് ആണ്. അത് സംവിധാനം ചെയ്തത് കമലാണ്. ഓക്കെ, അതില് JC ഡാനിയലായിട്ട് അഭിനയിച്ചത് പൃഥ്വിരാജ് സുകുമാരനാണ്. ഓക്കെ, ആ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരുപാട് തവണ PSC ചോദിച്ച കാര്യമാണ്, മലയാളത്തിലെ ആദ്യ ശബ്ദമുള്ള ചിത്രം ഏതാന്ന് ചോദിച്ചാല് ബാലനാണ്. ബാലൻ റിലീസായ വർഷം 1938. ബാലൻ റിലീസ് ആവുന്നത്. വിഗതകുമാരൻ ഇറങ്ങിയത് എപ്പോഴായിരുന്നു? 1928. അവിടുന്ന് 10 വർഷം കഴിഞ്ഞ ശേഷമാണ് ശബ്ദമുള്ള ചിത്രം മലയാളത്തിലേക്ക് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ ആദ്യത്തെ ശബ്ദ ചിത്രമായ ബാലൻ നിർമ്മിച്ചതാരാ, അതിന്റെ നിർമ്മാണം നടത്തിയതാരാന്ന് ചോദിച്ചാൽ TR സുന്ദരമാണ് ബാലൻ സിനിമയുടെ നിർമ്മാതാവ്. അതിന്റെ സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ, സംവിധാനം ചെയ്തത് ആരാന്ന് ചോദിച്ചാല് S നൊട്ടാണിയാണ് ബാലൻ സിനിമയുടെ സംവിധായകൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ബാലൻ സിനിമയുടെ തിരക്കഥയും ഗാനങ്ങളും രചിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാല് മുതുകുളം രാഘവൻ പിള്ള. ബാലൻ സിനിമയുടെ തിരക്കഥയും ഗാനങ്ങളും രചിച്ചത് ആരാന്ന് ചോദിച്ചാല് മുതുകുളം രാഘവൻ പിള്ള. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മുതുകുളം രാഘവൻ പിള്ള. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, മലയാളത്തിലെ ആദ്യ പുരാണ ചിത്രം ഏതാന്ന് ചോദിച്ചാല് പ്രഹ്ലാദ.
മലയാളത്തിലെ ആദ്യ പുരാണ ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ പ്രഹ്ലാദ. 1941 പ്രഹ്ലാദ റിലീസ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് മലയാളത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമ. മലയാളത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ് ജീവിത നൗക. ജീവിത നൗക റിലീസായ വർഷം 1951. മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ് ജീവിത നൗക. ജീവിത നൗക റിലീസായ വർഷം 1951. ഇനി ജീവിത നൗക നിർമ്മാണം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ, നിർമ്മിച്ചത് ആരെന്ന് ചോദിച്ചാല് കോശിയും കുഞ്ചാക്കോവും. കോശി പിന്നെ കുഞ്ചാക്കോ രണ്ടാൾക്കാർ ചേർന്ന് നിർമ്മിച്ച സിനിമയാണ്. കോശിയും കുഞ്ചാക്കോവാണ് ഇതിന്റെ നിർമ്മാതാക്കള്. ഓക്കെ, അതേപോലെ തന്നെ ജീവിത നൗക സംവിധാനം ചെയ്തത് ആരാന്ന് ചോദിച്ചാല് കെ വെമ്പു ആണ് ജീവിത നൗക എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. ജീവിത നൗക മലയാളത്തിലെ ആദ്യത്തെ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം. മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം ഏതാന്ന് ചോദിച്ചാൽ കണ്ടം വെച്ച കോട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രം. കണ്ടം വെച്ച കോട്ട് റിലീസ് ആവുന്നത് 1961. ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയായ ജീവിത നൗക ഇറങ്ങിയിട്ട് 10 വർഷത്തിന് ശേഷമാണ് മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ട് റിലീസ് ആവുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി കണ്ടം വെച്ച കോട്ട് സിനിമ നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ മോഡേൺ തിയേറ്റേഴ്സ്. അതിന്റെ നിർമ്മാതാക്കളാണ് മോഡേൺ തിയേറ്റേഴ്സ്. സംവിധാനം ചെയ്തത് ടി ആർ സുന്ദരമാണ് കണ്ടം വെച്ച കോട്ട് മലയാളത്തിലെ ആദ്യ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ട് സംവിധാനം ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഒന്നാണ് മലയാളത്തിലെ ആദ്യ സിനിമ സ്കോപ്പ് ചിത്രം. മലയാളത്തിലെ ആദ്യത്തെ സിനിമ സ്കോപ്പ് ചിത്രം ഏതാന്ന് ചോദിച്ചാൽ തച്ചോളി അമ്പു ആണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ സ്കോപ്പ് ചിത്രം. അത് റിലീസായ വർഷം 1978. 1978 തച്ചോളി അമ്പു റിലീസ് ആവുന്നത്. ഓക്കെ, ഇനി ആ തച്ചോളി അമ്പു ആരാ സംവിധാനം ചെയ്തതെന്ന് ചോദിച്ചാലോ നവോദയ അപ്പച്ചനാണ് തച്ചോളി അമ്പുവിന്റെ സംവിധായകൻ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മലയാളത്തിലെ ആദ്യ 70mm ചിത്രം. മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ പടയോട്ടമാണ് മലയാളത്തിലെ ആദ്യത്തെ 70mm ചിത്രം. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. റിലീസായ വർഷം 1982. അതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പടയോട്ടം എന്ന സിനിമയ്ക്ക് പ്രേരകമായ ഫ്രഞ്ച് നോവലാണ് ദി കൗണ്ട് ഓഫ് ക്രിസ്റ്റോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി അതുപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വന്നാലോ, അതുകൊണ്ട് അത് കൃത്യമായി ഓർത്തിരിക്കുക. ഫ്രഞ്ച് നോവൽ. ഓക്കെ, ഇനി കൗണ്ട് ഓഫ് ക്രിസ്റ്റോ എന്ന് പറഞ്ഞ നോവൽ രചിച്ചത് ആരാന്ന് ചോദിച്ചാല് അലക്സാണ്ടർ ഡ്യുമാനിയോ ആണ് ദി കൗണ്ട് ഓഫ് ക്രിസ്റ്റോ എന്ന നോവല് രചിച്ചത്. ആ നോവലാണ് പടയോട്ടം എന്ന സിനിമയ്ക്ക് പ്രേരകമായത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു പോയിന്റ് ആണ് മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് ചിത്രം ഏതാന്ന് ചോദിച്ചാല് അതാണ് ന്യൂസ് പേപ്പർ ബോയ് ആണ് മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം. ഓക്കെ, എളുപ്പല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് മലയാളത്തിലെ ആദ്യ DTS ചിത്രം അതേതെന്ന് ചോദിച്ചാൽ മില്ലനിയം സ്റ്റാർസ് മലയാളത്തിലെ ആദ്യത്തെ DTS ചിത്രം. മില്ലനിയം സ്റ്റാർസ് അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്തൊന്ന് ഓർമ്മിച്ച് നോക്കിയാൽ മതി, കിട്ടും. ആദ്യത്തെ DTS ചിത്രം മില്ലനിയം സ്റ്റാർസ്. ഓക്കെ, ഇനി മലയാളത്തിലെ ആദ്യ വടക്കൻ പാട്ട് ചിത്രം ഏതാന്ന് ചോദിച്ചാൽ മലയാളത്തിലെ ആദ്യ വടക്കൻ പാട്ട് ചിത്രമാണ് ഉണ്ണിയാർച്ചയാണ് ആദ്യത്തെ വടക്കൻ പാട്ട് ചിത്രം. ചിലപ്പോൾ ഇതിന്റെ ഓപ്ഷൻസിലൊക്കെ വടക്കൻ വീരാഗാഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ശരിയായ ഉത്തരം ഉണ്ണിയാർച്ചയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ സിനിമ ഏതാന്ന് ചോദിച്ചാൽ അമ്മ അറിയാനാണ് ആദ്യത്തെ ജനകീയ സിനിമ. ജനകീയ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ല. അപ്പൊ എല്ലാവർക്കും ഇഷ്ടം അറിയാൻ നമുക്ക് നമ്മളെ അമ്മയെ ഇഷ്ടമല്ല. അപ്പോൾ അമ്മയെ അറിയാൻ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ സിനിമ അമ്മ അറിയാൻ. ഇനി ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ഏതാന്ന് ചോദിച്ചാൽ മൂന്നാമത് ഒരാൾ. ഓക്കെ, മൂന്നാമതൊരാളാണ് ആദ്യത്തെ ഡിജിറ്റൽ സിനിമ. ഇനി ആദ്യത്തെ സ്പോൺസേർഡ് സിനിമ ഏതാന്ന് ചോദിച്ചാല് മകൾക്ക് ആദ്യത്തെ സ്പോൺസേർഡ് സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ സ്പോൺസേർഡ് സിനിമയാണ് മകൾക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതാന്ന് ചോദിച്ചാൽ ഓളവും തീരവും. ഓളവും തീരവുമാണ് പൂർണ്ണമായും ഔട്ട്ഡോറിൽ ചിത്രീകരിച്ച ആദ്യ സിനിമ. ഓക്കെ, ആദ്യ മലയാള സിനിമ. ഓക്കെ, അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ആദ്യ വനചിത്രം. ആദ്യ വനചിത്രമാണ് വനമാല. വനമാല, ആദ്യ വനചിത്രം വനമാല. അത് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യ വനചിത്രം വനമാല. രണ്ടിലും വനയുണ്ടെന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, ഇനി ആദ്യ രാഷ്ട്രീയ ചിത്രം എന്താന്ന് ചോദിച്ചാല് ആദ്യ രാഷ്ട്രീയ ചിത്രം ഏതാന്ന് ചോദിച്ചാല് കബനി നദി ചുവന്നപ്പോൾ. കബനി നദി ചുവന്നപ്പോൾ. രാഷ്ട്രീയത്തിലാണെങ്കിൽ പിന്നെ പൊതുവെ രാഷ്ട്രീയ കൊലപാതകങ്ങള്, അപ്പൊ രക്തച്ചൊരിച്ചാല് അപ്പൊ ചുവപ്പ്, അങ്ങനെയൊക്കെ ഓർത്തിട്ട് കബനി നദി ചുവന്നപ്പോൾ. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. രാഷ്ട്രീയമാകുമ്പോൾ കൊല്ലും കൊലയൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പൊ ചോര വരുമല്ലോ, അപ്പൊ ചുവക്കുമല്ലോ. കബനി നദി ചുവന്നപ്പോൾ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ച് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി ആദ്യ സിനിമ മാസിക ഏതാന്ന് ചോദിച്ചാൽ അത് സിനിമ തന്നെ. ആദ്യ സിനിമ മാസിക സിനിമ. ഓക്കെ, ഇനി ആദ്യ 3D ചിത്രം ഏതാന്ന് ചോദിച്ചാൽ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് ആദ്യ 3D ചിത്രം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമ സംവിധാനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ജിജോ. ജിജോ ആണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമ സംവിധാനം ചെയ്തത്. ആദ്യ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഓക്കെ, അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ജിജോ ആണ്. ഓക്കെ, ഇനി ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രം ഏതാന്ന് ചോദിച്ചാൽ കാലാപാനി. മോഹൻലാലൊക്കെ അഭിനയിച്ച കാലാപാനി. കാലാപാനിയാണ് ആദ്യ ഡോൾബി സ്റ്റീരിയോ ചിത്രം. കാലാപാനി സംവിധാനം ചെയ്തത് പ്രിയദർശനാണ്. ഓക്കെ, പ്രിയദർശൻ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരുപാട് തവണ ചോദിച്ച കാര്യമാണ്, പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ. ചെമ്മീൻ. ചെമ്മീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ചെമ്മീൻ ആദ്യത്തെ പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ. ചെമ്മീൻ റിലീസായ വർഷം 1965 ചെമ്മീൻ റിലീസ് ആവുന്നത്. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ. ചെമ്മീനിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ചെമ്മീൻ സംവിധാനം ചെയ്ത ആരാന്ന് ചോദിച്ചാൽ രാമു കാര്യാട്ട്. ചെമ്മീനിന്റെ നിർമ്മാണം നടത്തിയത് ബാബു ഇസ്മയിൽ സേട്ടു ആണ് ചെമ്മീൻ സിനിമയുടെ നിർമ്മാണം. സംവിധാനം രാമു കാര്യാട്ട്. ഓക്കെ, ഇനി ചെമ്മീനിന്റെ കഥ എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ ചെമ്മീൻ സിനിമയുടെ കഥ എഴുതിയത് തകഴി ശിവശങ്കര പിള്ളയാണ് ചെമ്മീൻ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥ എഴുതിയിരിക്കുന്നത് എസ് എൽ പുരം സദാനന്ദനാണ് ചെമ്മീൻ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. എസ്.എൽ. പുരം സദാനന്ദൻ. ഓക്കെ, ഓർത്തിരിക്കാം. ചെമ്മീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം. ഓക്കെ, ചെമ്മീനിന്റെ ക്യാമറമാൻ ആരാന്ന് ചോദിച്ചാൽ മാക്സ് ബർട്ടലിയാണ് ചെമ്മീനിന്റെ ഛായാഗ്രഹകൻ അല്ലെങ്കിൽ ക്യാമറമാൻ. ഓക്കെ, ഇനി സ്വർണ്ണ മെഡലിന്റെ കേസ് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് വെള്ളി മെഡൽ. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ നീലക്കുയിൽ. പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം വെള്ളി മെഡൽ ആണെങ്കിൽ നീലക്കുയിൽ, സ്വർണ്ണ മെഡൽ ആണെങ്കിൽ ചെമ്മീൻ. ഓക്കെ, ഇനി 1954 നീലക്കുയിൽ റിലീസ് ആവുന്നത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് പി ഭാസ്കരനും രാമു കാര്യാട്ടും കൂടി ചേർന്നാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നീലക്കുയിൽ സിനിമയുടെ കഥ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഉറൂബാണ്. നീലക്കുയിൽ സിനിമയുടെ കഥ രചിച്ചത് ഉറൂബ്. ആദ്യത്തെ പ്രസിഡന്റിന്റെ ആദ്യ വെള്ളി മെഡൽ നേടിയ മലയാള സിനിമയായ നീലക്കുയിലിന്റെ കഥ രചിച്ചിരിക്കുന്നത് ഉറൂബാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ ഏതാന്ന് ചോദിച്ചാൽ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ. സിനിമയാക്കിയ ആദ്യ സാഹിത്യ രചന കൂടിയാണ് മാർത്താണ്ഡവർമ്മ രചിച്ചിരിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ CV രാമൻ പിള്ളയാണ് മാർത്താണ്ഡവർമ്മ രചിച്ചിരിക്കുന്നത്. ഓക്കെ, സിനിമയാക്കിയ ആദ്യ സാഹിത്യ രചനയാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മ. ഇനി മാർത്താണ്ഡവർമ്മ സിനിമ സംവിധാനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ PV റാവു ആണ് മാർത്താണ്ഡവർമ്മ
സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പി എസ് സി മുൻ വർഷങ്ങളിൽ. അപ്പോ ഓർത്തിരിക്കേണ്ട വേറെ ഒരു പോയിന്റ് ആണ്, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, കോടതി വിധിയിലൂടെ പ്രദർശനം നിർത്തിവെച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. കോടതി വിധിയിലൂടെ പ്രദർശനം നിർത്തിവെച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രമാണ് ജ്ഞാനാംബിക. 1940 റിലീസായത്. ആദ്യത്തെ ചിത്രം ഏതായിരുന്നു? ബാലനായിരുന്നു അല്ലെ. ബാലൻ റിലീസായിട്ട് 2 വർഷത്തിന് ശേഷം, ബാലൻ റിലീസായത് 1938 അതിനുശേഷം 2 വർഷത്തിന് ശേഷം രണ്ടാമത്തെ ശബ്ദചിത്രമായ ജ്ഞാനാംബിക റിലീസായി 1940. അതൊന്ന് ഓർത്തു വെക്കാം. ഓക്കെ. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ തിരക്കഥ ഏതാന്ന് ചോദിച്ചാല് മുറപ്പെണ്ണ്. എം ടിയുടേതാണ് തിരക്കഥ. 1966 പുറത്തിറങ്ങുന്നത്. ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ തിരക്കഥ മുറപ്പെണ്ണ് രചിച്ചിരിക്കുന്നത് MT ആണ്. 1966. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പശ്ചാത്തല സംഗീതം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിച്ച ആദ്യ മലയാള ചലച്ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊടിയേറ്റമാണ് ആദ്യത്തെ പശ്ചാത്തല സംഗീതം മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിച്ച മലയാള സിനിമ. അപ്പോൾ അത് സംവിധാനം ചെയ്തിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനാണ് കൊടിയേറ്റം എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാന്ന് നോക്കിയാല്, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമ ഏതാന്ന് ചോദിച്ചാൽ സ്വയംവരമാണ്. 1972 സ്വയംവരം സംവിധാനം ചെയ്യുന്നത്. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, പൂർണ്ണമായും കേരളത്തിൽ ചിത്രീകരിച്ച ആദ്യ ഹോളിവുഡ് സിനിമ ഏതാന്ന് ചോദിച്ചാൽ കോട്ടൺ മേരി. പൂർണ്ണമായും കേരളത്തിൽ ചിത്രീകരിച്ച ആദ്യ ഹോളിവുഡ് സിനിമ ഏതാന്ന് ചോദിച്ചാൽ കോട്ടൺ മേരിയാണ്. അതൊന്നും ഓർത്തിരിക്കുക. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മികച്ച സംവിധായകനുള്ള ദേശീയ ബഹുമതി നേടിയ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനാണ് മികച്ച സംവിധായകനുള്ള ദേശീയ ബഹുമതി നേടിയ ആദ്യ മലയാളി. ഏത് ചിത്രത്തിനാന്ന് ചോദിച്ചാൽ സ്വയംവരം റിലീസായത് 1972. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ തവണ ദേശീയ പുരസ്കാരം നേടിയ മലയാളി ആരാന്ന് ചോദിച്ചാല് അത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 5 തവണയാണ് ലഭിച്ചത്. 5 തവണയാണ് അടൂർ ഗോപാലകൃഷ്ണന് സംവിധാനത്തിന് ഉള്ള ദേശീയ പുരസ്കാരം നേടിയത്. അതിൽ ഏറ്റവും കൂടുതൽ തവണ നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 5 തവണയാണ് നേടിയിരിക്കുന്നത്. ഓക്കെ. ഇനി അടൂർ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ്, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അതേപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ ഏക മലയാള ചിത്രമായ എലിപ്പത്തായത്തിന്റെ സംവിധായകൻ ആണ് അടൂർ ഗോപാലകൃഷ്ണൻ. അതായത് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് നേടിയ ഏക മലയാള ചലച്ചിത്രമാണ് എലിപ്പത്തായം. സംവിധാനം ചെയ്തിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ആ കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, സിനിമയുടെ ലോകം എന്ന കൃതി എഴുതിയിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ്, ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം ലഭിച്ച ചലച്ചിത്രകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം ലഭിച്ച ചലച്ചിത്രകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളാണ്, ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളി നടി ആരാന്ന് ചോദിച്ചാൽ സുകുമാരിയാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളി നടി. അപ്പോ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാള നടൻ ആരാന്ന് ചോദിച്ചാല് അത് ജഗതി ശ്രീകുമാറാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള നടൻ. നായക നടനായിട്ടാണെങ്കിൽ അത് പ്രേം നസീർ ആണ്. ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടാകുമ്പോൾ മാറിപ്പോകരുത്. നായക നടനാണോ എന്ന് നോക്കണം. നായക നടനാണെങ്കിൽ അത് പ്രേം നസീറാണ്. ഓക്കെ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ നടൻ ആരാന്ന് ചോദിച്ചാൽ പ്രേം നസീർ. ഏറ്റവും കൂടുതൽ
സിനിമകളിൽ അഭിനയിച്ച നടൻ ഏതാന്ന് ചോദിച്ചാൽ, മലയാള നടൻ ഏതാന്ന് ചോദിച്ചാൽ ജഗതി ശ്രീകുമാർ. ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായക നടനായിട്ട് അഭിനയിച്ചത് ആരാന്ന് ചോദിച്ചാലും പ്രേം നസീറാണ്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. ഇനി ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനും നായികയുമായി ഒരുമിച്ച് അഭിനയിച്ചവർ ആരൊക്കെയാന്ന് ചോദിച്ചാൽ അത് പ്രേം നസീറും ഷീലയുമാണ്. പ്രേം നസീറും ഷീലയുമാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായകനും നായികയുമായിട്ട് അഭിനയിച്ച മലയാള നടനും നടിയും. ഓക്കെ, അത് എത്ര സിനിമകളെന്ന് ചോദിച്ചാൽ 107 സിനിമകളിൽ നായകനും നായികയുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി പ്രേം നസീറുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാള നടനാണ് പ്രേം നസീർ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാള നടനാണ് പ്രേം നസീർ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച മലയാള നടനാണ് പ്രേം നസീർ. പ്രേം നസീറിന്റെ പേരിൽ ഒരു അവാർഡ് തന്നെയുണ്ട്. പ്രേം നസീർ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് തന്നെയുണ്ട്. ആ അവാർഡ് ഏർപ്പെടുത്തിയത് 1992 അവാർഡ് ഏർപ്പെടുത്തിയത് 2022 ആ അവാർഡ് ലഭിച്ചത് ആലപ്പി അഷറഫിനാണ്. ആലപ്പി അഷറഫിനാണ് 2022 പ്രേം നസീർ അവാർഡ് ലഭിച്ചത്. ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി പ്രേം നസീറിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചാൽ അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ എന്നാണ് പ്രേം നസീറിന്റെ യഥാർത്ഥ നാമം. ഓക്കെ, പ്രേം നസീറിനെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ നിത്യഹരിതം. നിത്യഹരിതം എന്നാണ് പ്രേം നസീറിനെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകം. നിത്യഹരിതം നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പ്രേം നസീറാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി നിത്യഹരിതം എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആർ ഗോപാലകൃഷ്ണൻ. ആർ ഗോപാലകൃഷ്ണനാണ് നിത്യഹരിതം എന്ന് പറഞ്ഞ ബുക്ക് അല്ലെങ്കിൽ രചന രചിച്ചത്. ഓക്കെ, ഇനി സംഭവങ്ങളെ ആധാരമാക്കിയുള്ള മലയാള സിനിമകൾ. ഒരുപാട് സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കുറെ സിനിമകളുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കിയാല് നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യമാണ് 2018 ഉണ്ടായ പ്രളയം അല്ലെ. 2018 കേരളത്തിലുണ്ടായ പ്രളയത്തെ ആസ്പദമാക്കി അമൽ, സംവിധായകന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, അമൽ നൌഷാദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കൊല്ലവർഷം 1193. 2018 കേരളത്തിലുണ്ടായ പ്രളയത്തെ ആസ്പദമാക്കി അമൽ നൌഷാദ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൊല്ലവർഷം 1193. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ്, കേരളത്തിലുണ്ടായ നിപ്പ ബാധയെ പ്രമേയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ സിനിമയാണ് വൈറസ്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ആഷിഖ് അബു ആണ്. കേരളത്തിലെ ഉണ്ടായ നിപ്പ ബാധയെ പ്രമേയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ സിനിമയായ വൈറസ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആഷിഖ് അബു. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്, ഓഗി ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ വിവാദ ഡോക്യുമെന്ററി ആണ് ഒരുത്തനും വരേല. ഓഗി ദുരന്തത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ വിവാദ ഡോക്യുമെന്ററി ആണ് ഒരുത്തനും വരേല. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ദിവ്യ ഭാരതിയാണ് ഒരുത്തനും വരേല എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന വി പി സത്യന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയാണ് ക്യാപ്റ്റൻ സിനിമയിൽ വി പി സത്യനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജയസൂര്യ. ഓക്കെ, ഇനി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രജീഷ് സെൻ ആണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതൊന്നും ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഷേക്സ്പിയറിന്റെ ഒഥല്ലോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണ് കളിയാട്ടം. ഷേക്സ്പിയറിന്റെ ഒഥല്ലോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണ് കളിയാട്ടം സംവിധാനം ചെയ്തിരിക്കുന്നത് ജയരാജ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി, ലാൽ എന്ന് തുടങ്ങിയ ആൾക്കാരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. കളിയാട്ടം ഷേക്സ്പിയറിന്റെ ഒഥല്ലോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച മലയാള ചലച്ചിത്രമാണ് കളിയാട്ടം. ഓക്കെ, സംവിധാനം ചെയ്തിരിക്കുന്നത് ജയരാജ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിലുള്ള ചലച്ചിത്രമാണ് കാലാപാനി. മലയാള ചലച്ചിത്രമാണ് കാലാപാനിയുടെ സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രിയദർശനാണ് അല്ലെ. പ്രിയദർശനാണ് കാലാപാനിയുടെ സംവിധായകൻ. കാലാപാനിയാണ് ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ സിനിമ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കണേ. നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, കാലാപാനി സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശൻ നമ്മൾ പറഞ്ഞു. ഓക്കെ,
ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച കരിന്തണ്ടനെ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് കരിന്തണ്ടൻ. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിന് ബ്രിട്ടീഷുകാരെ സഹായിച്ച കരിന്തണ്ടനെ പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് കരിന്തണ്ടൻ. ഓക്കെ. സംവിധാനം ചെയ്തിരിക്കുന്നത് ലീല സന്തോഷ്. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നിലവിൽ കറന്റ്ലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കാസർഗോഡ് ജില്ലയിലെ കീനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സിനിമ കനലെരിയുന്ന ബാല്യം. യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കാസർഗോഡ് ജില്ലയിലെ കീനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സിനിമയാണ് കനലെരിയുന്ന ബാല്യം. ഓർത്തിരിക്കാൻ ചോദിക്കും. ഓക്കെ. 2018 കേരളം നേരിട്ട വീണ്ടും പ്രളയമല്ല, പ്രളയം പ്രമേയമാക്കി ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രമാണ് 2018 എവരി വൺ ഈസ് ഹീറോ. അങ്ങനെ പറഞ്ഞ സിനിമയാണ്. 2018 കേരളം നേരിട്ട പ്രളയത്തെ പ്രമേയമാക്കി ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത സിനിമയാണ് 2018 എവരി വൺ ഈസ് ഹീറോ എന്ന് പറഞ്ഞ സിനിമ. ഓർത്തിരിക്കുക, സംവിധായകന്റെ പേര് ഓർത്തിരിക്കണേ. ഇതുപോലെ തന്നെ ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് രണ്ടും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. രണ്ടും 2018 പ്രളയത്തെ സംബന്ധിച്ചുള്ള സിനിമയാണ്. ഓക്കെ. ഇനി അടുത്ത ഒന്നാണ്, ബ്രഹ്മപുരം തീപിടുത്തം പ്രമേയമാക്കി പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് ഇതുവരെ. ബ്രഹ്മപുരം തീപിടുത്തം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മലയാള സിനിമയാണ് ഇതുവരെ. സംവിധാനം ചെയ്തിരിക്കുന്നത് തോമസ് ആണ് ബ്രഹ്മപുരം തീപിടുത്തം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമയായ ഇതുവരെ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇമ്പോർട്ടന്റ് ആണ്, സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ. 1989 മതിലുകൾ റിലീസ് ആവുന്നത്. ഓക്കെ. മതിലുകൾ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ചലച്ചിത്രം ആക്കിയ MTയുടെ നോവലുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ചലച്ചിത്രം ആക്കിയ MTയുടെ നോവലുകളാണ് മഞ്ഞ്, നാലുകെട്ട്, കാലം, അസുരവിത്ത്. ഓക്കെ, അത് ഓർത്തിരിക്കാം. MT ഗാനരചന നിർവഹിച്ച ചിത്രം ഏതാന്ന് ചോദിച്ചാൽ വളർത്തുമൃഗങ്ങൾ. MT ഗാനരചന നിർവഹിച്ച ചിത്രം ഏതാന്ന് ചോദിച്ചാൽ വളർത്തുമൃഗങ്ങൾ. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, MTയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതി ആധാരമാക്കി നിർമ്മിച്ച മലയാള സിനിമ ഏതാന്ന് ചോദിച്ചാൽ നിർമാല്യം. 1973 റിലീസായിരിക്കുന്നത്. MTയുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കൃതി ആധാരമാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് നിർമാല്യം. 1973 റിലീസാകുന്നത്. ഓക്കെ. ഇനി ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വടക്കൻ വീരഗാഥ എന്ന് പറഞ്ഞ സിനിമയുടെ തിരക്കഥാകൃത്ത് MT വാസുദേവൻ നായർ. ഓക്കെ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുക്കാൻ കാരണമായ സിനിമകളിൽ ഒന്നാണ് ഒരു വടക്കൻ വീരഗാഥ. അതിന്റെ തിരക്കഥാകൃത്താണ് MT വാസുദേവൻ നായർ. ഓക്കെ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, ശത്രു എന്ന MTയുടെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് സതയം. ശത്രു എന്ന MTയുടെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച മലയാള സിനിമയാണ് സതയം. സതയത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാലാണ്. 1992 സതയം പുറത്തിറങ്ങിയിരിക്കുന്നത്. പിന്നെ വല്ലാത്തൊരു സിനിമയാണ്, അടിപൊളി സിനിമയാണ്. ഓക്കെ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, രുക്മിണി എന്ന ചലച്ചിത്രത്തിന്റെ കഥ രചിച്ചിരിക്കുന്നത് മാധവിക്കുട്ടിയാണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. രുക്മിണി എന്ന ചലച്ചിത്രത്തിന്റെ കഥ രചിച്ചിരിക്കുന്നത് മാധവിക്കുട്ടിയാണ്. ഇനി അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ ലഹളയെ പ്രമേയമാക്കി നിർമ്മിച്ച മലയാള ചലച്ചിത്രമാണ് 1921 മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള ലഹള ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സിനിമയാണ് പിന്നെ 1921. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് IV ശശി. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്, നിർമ്മല എന്ന ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് G ശങ്കരക്കുറുപ്പാണ്. നിർമ്മല എന്ന് പറഞ്ഞ ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്,
തിക്കൊടിയന്റെ മൃത്യുഞ്ജയം എന്ന നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കരണമാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ. തിക്കോടിയന്റെ മൃത്യുഞ്ജയം എന്ന നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കരണമാണ് ഇത്തിരി പൂവേ ചുവന്ന പൂവേ. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കാക്കനാടന്റെ അടിയറവ് എന്ന നോവലിന്റെ ചലച്ചിത്ര രൂപമാണ് പാർവതി. കാക്കനാടന്റെ അടിയറവ് എന്ന നോവലിന്റെ ചലച്ചിത്ര രൂപമാണ് പാർവതി. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ONV കുറുപ്പ് ഗാനരചന നടത്തിയ ആദ്യ മലയാള ചലച്ചിത്രം. വളരെ ഇമ്പോർട്ടന്റ്. ONV കുറുപ്പ് ഗാനരചന നടത്തിയ ആദ്യ മലയാള ചലച്ചിത്രമാണ് കാലം മാറുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സിനിമയാക്കിയ ചെറുകാടിന്റെ നോവലാണ് മണ്ണിന്റെ മാറൽ. സിനിമയാക്കിയ ചെറുകാടിന്റെ നോവലാണ് മണ്ണിന്റെ മാറിൽ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വയലാർ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രമാണ് കൂടപ്പിറപ്പ് റിലീസായത് 1956. 1956 കൂടപ്പിറപ്പ് റിലീസാവുന്നത്. വയലാർ ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രമാണ് കൂടപ്പിറപ്പ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു പോയിന്റ് ആണ് ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് PC കുട്ടിക്കൃഷ്ണൻ അല്ലെങ്കിൽ ഉറൂബാണ് PC കുട്ടിക്കൃഷ്ണൻ. ഓക്കെ, ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് PC കുട്ടിക്കൃഷ്ണൻ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തൊരു പോയിന്റ് ആണ് അന്താരാഷ്ട്ര മേളകളിൽ ഏറ്റവും കൂടുതൽ തവണ പ്രദർശിപ്പിച്ച സിനിമ ഏതാന്ന് ചോദിച്ചാൽ പിറവി. അന്താരാഷ്ട്ര മേളകളിൽ ഏറ്റവും കൂടുതൽ തവണ പ്രദർശിപ്പിച്ച സിനിമയാണ് പിറവി. ഓക്കെ, ഇനി പിറവിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഏതാന്ന് ചോദിച്ചാൽ മലയാള സിനിമ ഏതാന്ന് ചോദിച്ചാല് പിറവിയാണ്. ഏറ്റവും കൂടുതൽ തവണ അന്താരാഷ്ട്ര തലത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട മലയാള സിനിമ പിറവിയാണ്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമയും പിറവിയാണ്. അപ്പോൾ അതിന്റെ സംവിധായകൻ ആരാന്ന് ചോദിച്ചാല് ഷാജി എൻ കരുണനാണ് പിറവി സിനിമ സംവിധാനം ചെയ്തത്. ഓക്കെ, പിറവിയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത് ആരാന്ന് ചോദിച്ചാൽ പ്രേംജി. പിറവിയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയത് പ്രേംജിയാണ്. ഓക്കെ, ഇനി നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ട മലയാള സിനിമ ഏതാന്ന് ചോദിച്ചാൽ അത് ഗോഡ് ഫാദർ ആണ്. 500 മക്കളുള്ള സിനിമയില്ലേ, ആ സിനിമയാണ് ഗോഡ് ഫാദർ. ഓക്കെ, 500 ആനപ്പാറയിൽ അച്ചമ്മയും, ആ സിനിമയാണ് ഗോഡ് ഫാദർ. ഓക്കെ, ഒരുപാട് തവണ TV-യിലൊക്കെ വരുന്നതാണ്. നമ്മൾ ഇത് എന്തായാലും കണ്ടിട്ടുണ്ടാകുന്ന സിനിമയായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററിൽ തുടർച്ചയായിട്ട് പ്രദർശിപ്പിക്കപ്പെട്ട സിനിമ. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു പോയിന്റ് ആണ് ഡോക്ടർ ബിജു സംവിധാനം നിർവഹിച്ച ഇന്ത്യ ചൈന കോ പ്രൊഡക്ഷൻ ചിത്രം ഏതാന്ന് ചോദിച്ചാൽ ഓറഞ്ച് മരങ്ങളുടെ വീട്. ഡോക്ടർ ബിജു സംവിധാനം നിർവഹിച്ച ഇന്ത്യ ചൈന കോ പ്രൊഡക്ഷൻ ചിത്രമാണ് ഓറഞ്ച് മരങ്ങളുടെ വീട്. ഓക്കെ, ഇനി ഒന്നാണ് മഴ എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ ഏതാന്ന് ചോദിച്ചാല് നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറഞ്ഞ കഥയാണ് മഴ എന്ന് പറഞ്ഞ സിനിമക്ക് ആധാരമായിരിക്കുന്നത്. നഷ്ടപ്പെട്ട നീലാംബരി എന്ന് പറഞ്ഞ കഥ എഴുതിയിരിക്കുന്നത് മാധവിക്കുട്ടി. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ് മലയാള സിനിമയിൽ നവതരംഗം ആദ്യമായി ദൃശ്യമായ ഓളവും തീരവും എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാന്ന് ചോദിച്ചാല് PN മേനോനാണ്. PN മേനോൻ. ഓളവും തീരവും നേരത്തെ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കുക. ഓളവും തീരവും സംവിധാനം ചെയ്തിരിക്കുന്നത് PN മേനോനാണ്. ഓളവും തീരവുമാണ് മലയാള സിനിമയിൽ നവതരംഗം ആദ്യമായി ദൃശ്യമായ സിനിമ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മമ്മൂട്ടി അഭിനയിച്ച് പാർവതി മേനോൻ സംവിധാനം ചെയ്ത ഹിന്ദി ബാലചിത്രം ഏതാണെന്ന് ചോദിച്ചാല് ത്രിയാത്രി. ഹിന്ദി ബാലചിത്രമാണ് ത്രിയാത്രി. അതിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് പാർവതി മേനോനാണ്. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹിന്ദിയിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ ചലച്ചിത്ര ഗ്രന്ഥമാണ് സിനിമയുടെ ലോകം. ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ചലച്ചിത്ര ഗ്രന്ഥമാണ് സിനിമയുടെ ലോകം. ഇനി ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ദേശീയോദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ. വളരെ ഇമ്പോർട്ടന്റ്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചാല്
ജന്മഭൂമി റിലീസായിരിക്കുന്നത് 1968 1968 ജന്മഭൂമി റിലീസായിരിക്കുന്നത്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജോൺ ശരമംഗലമാണ് ജന്മഭൂമി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ്, ശാരദയ്ക്ക് മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് തുലാഭാരം റിലീസായിരിക്കുന്നത് 1968 സ്വയംവരം 1972 സ്വയംവരവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ കൂടി ഇതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് മോനിഷയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ചിത്രം ഏതാന്ന് ചോദിച്ചാല് നഖക്ഷതങ്ങളാണ് മോനിഷയ്ക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, കൽപ്പനയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം ഏതാന്ന് ചോദിച്ചാല് തനിച്ചല്ല ഞാൻ 2012 റിലീസായ സിനിമയാണ്. കൽപ്പനയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ തനിച്ചല്ല ഞാൻ. ഓക്കെ, 2012 റിലീസായതാണ്. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, 2012 ചേട്ടത്തി എന്ന ചിത്രത്തിൽ അഭിനയിച്ച കവിയാണ് വയലാർ രാമവർമ്മ അഭിനയിച്ച സിനിമയാണ് ചേട്ടത്തി. 2012 റിലീസായ ചേട്ടത്തി. 2012 ചേട്ടത്തി എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ച കവി ആരാന്ന് ചോദിച്ചാൽ വയലാർ രാമവർമ്മയാണ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് ആണ്, പൂരം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരാന്ന് ചോദിച്ചാൽ നെടുമുടി വേണു സംവിധാനം ചെയ്ത സിനിമയാണ് പൂരം. ഓക്കെ, നെടുമുടി വേണുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. 2021 ഒക്ടോബറിൽ അന്തരിച്ച പ്രമുഖ ചലച്ചിത്ര നടനും ദേശീയ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് നെടുമുടി വേണു. ഓക്കെ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം 1990 ലഭിച്ചു. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം 1990 ലഭിച്ചു. ക്ലിയർ ആണല്ലോ, ഓർത്തിരുത്താൽ മതി. ഓക്കെ, മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രങ്ങൾ, നെടുമുടി വേണുവിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ വിട പറയും മുൻപേ, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, മാർഗം എന്നീ സിനിമകളാണ് നെടുമുടി വേണുവിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രങ്ങൾ. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു പോയിന്റ് ആണ് കുമാരസംഭവം എന്ന സിനിമയുടെ സംവിധായകൻ ആരാന്ന് ചോദിച്ചാല് പി സുബ്രഹ്മണ്യമാണ് കുമാരസംഭവം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, ലതാ മങ്കേഷ്കർ പിന്നണി പാടിയ മലയാള ചലച്ചിത്രം ഏതാന്ന് ചോദിച്ചാൽ നെല്ല്. ലതാ മങ്കേഷ്കർ പിന്നണി പാടിയ മലയാള ചലച്ചിത്രം ഏതാന്ന് ചോദിച്ചാൽ നെല്ലാണ്. ഓക്കെ, 2013 പത്മഭൂഷൺ അവാർഡ് നിരസിച്ച ഗായിക ഏതാന്ന് ചോദിച്ചാൽ എസ് ജാനകി. അതൊന്നും ഓർത്തിരിക്കാം. 2013 പത്മഭൂഷൺ അവാർഡ് നിരസിച്ച ഗായിക ഏതാന്ന് ചോദിച്ചാൽ എസ് ജാനകിയാണ്. ഓക്കെ, നടൻ മധു അഭിനയിച്ച ഹിന്ദി ചിത്രം ഏതാന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാനി. ഒന്ന് ഓർത്തേ, നടൻ മധു അഭിനയിച്ച ഹിന്ദി ചിത്രമാണ് ഹിന്ദുസ്ഥാനി. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ്, അരവിന്ദൻ സംവിധാനം ചെയ്ത ഏത് മലയാള സിനിമയിലാണ് സ്മിത പാട്ടീൽ അഭിനയിച്ചതെന്ന് ചോദിച്ചാല് ചിദംബരം. അരവിന്ദൻ സംവിധാനം ചെയ്ത ഏത് മലയാള സിനിമയിലാണ് സ്മിത പാട്ടീൽ അഭിനയിച്ചതെന്ന് ചോദിച്ചാല് ഉത്തരം ചിദംബരം. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റ് ആണ്, ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ സ്വന്തമായി തിരക്കഥ എഴുതി അഭിനയിച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളി ആരാന്ന് ചോദിച്ചാൽ ബാലചന്ദ്ര മേനോനാണ്. 29 ചിത്രങ്ങളാണ് സ്വന്തമായി തിരക്കഥ എഴുതി അഭിനയിച്ചത്. ചിലപ്പോൾ ഓപ്ഷൻസിൽ സന്തോഷ് പണ്ഡിറ്റ് ഒക്കെ ഉണ്ടാവും. ബാലചന്ദ്ര മേനോനാണ് ആൻസർ. ഓക്കെ, ഇനി ബാലചന്ദ്ര മേനോന്റെ ചിത്രങ്ങളെ കുറിച്ചിട്ട് ബാലചന്ദ്ര മേനോൻ കാണാത്ത കാഴ്ചകൾ കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ വേണുഗോപാലാണ്. ബാലചന്ദ്ര മേനോൻ കാണാത്ത കാഴ്ചകൾ കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിരിക്കുന്നത് TV വേണുഗോപാലാണ്. ബാലചന്ദ്ര മേനോന്റെ ചിത്രങ്ങളെ കുറിച്ചിട്ട് TV വേണുഗോപാൽ എഴുതിയ പുസ്തകമാണ് ബാലചന്ദ്ര മേനോൻ കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത ശബ്ദങ്ങളും. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, നടൻ
മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ നെയ്ത്തുകാരൻ നടൻ മുരളിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചലച്ചിത്രമാണ് നെയ്ത്തുകാരൻ. ഓക്കെ, അത് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയാനന്ദനമാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അടുത്ത മുരളിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ് ദി ഹോളി ആക്ടർ എന്ന ഗ്രന്ഥം ഏത് നടനെ കുറിച്ച് വിവരിക്കുന്നു എന്ന് ചോദിച്ചാല് മുരളി. ദ ഹോളി ആക്ടർ എന്ന ഗ്രന്ഥം ഏത് നടനെ കുറിച്ച് വിവരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് മുരളി. ഓക്കെ, ഹോളി ആക്ടർ എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ഭാനുപ്രകാശാണ് ഹോളി ആക്ടർ എന്ന് പറഞ്ഞ ഗ്രന്ഥം ബുക്ക് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി മുരളിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുന്ന മറ്റൊരു പോയിന്റ് ആണ് മുരളിയുടെ ആത്മകഥാംശം രേഖപ്പെടുന്ന കൃതി ഏതാന്ന് ചോദിച്ചാൽ അഭിനയത്തിന്റെ രസതന്ത്രം. മുരളിയുടെ ആത്മകഥാംശം രേഖപ്പെടുത്തുന്ന കൃതി ഏതാന്ന് ചോദിച്ചാൽ അഭിനയത്തിന്റെ രസതന്ത്രം. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കവി പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയെ അവലംബിച്ചുകൊണ്ട് ഫറോക്ക് അബ്ദുറഹ്മാൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് കളിയച്ഛൻ. കവി പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയെ അവലംബിച്ചുകൊണ്ട് ഫറോക്ക് അബ്ദുറഹ്മാൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് കളിയച്ഛൻ. ഇനി അവസാനത്തെ പോയിന്റ് ആയിട്ട് പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി ബാലചന്ദ്രൻ ഒരുക്കിയ ചലച്ചിത്രമാണ് ഇവൻ മേഘരൂപൻ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ പാർട്ട് 1 നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൂടി ഈ ക്ലാസ്സിൽ പറഞ്ഞാൽ വീഡിയോയുടെ ഡ്യൂറേഷൻ ഒരുപാടായി പോകും. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് പാർട്ടിൽ ആ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് തവണ PSC ചോദിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് എനിക്കും നിങ്ങൾക്കും ഒരു ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോ താങ്ക് യു.